ഹായ് ഗൈസ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഉറക്കം സമാധാനം ഒക്കെ തകിടം മറിച്ച് ഒരു ബുക്കിനെ പറ്റി സംസാരിക്കാനാണ്. ആൻഡ് ദാറ്റ് ഈസ് വെരിറ്റി ബൈ കൊലൻ ഹൂവർ. ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഡാർക്കാണ്, ത്രില്ലറാണ് ആൻഡ് ഡിസ്റ്റർബിംഗ് ആണ്. സീരിയസ്ലി ഡിസ്റ്റർബിംഗ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു ദ പ്ലോട്ട്. ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ലോവൻ ആഷ്ലിയാണ്. ഷീ ഈസ് എ സ്ട്രഗ്ലിംഗ് റൈറ്റർ. പുള്ളിക്കാരി ഭയങ്കര ബ്രോക്കണ വാശൊന്നുമില്ല. അങ്ങനെ വെർട്ടി ക്രോഫോർഡ് എന്ന് പറയുന്ന ഒരു റൈറ്റർ, സക്സസ്ഫുൾ റൈറ്റർ, അവരെ ഹയർ ചെയ്യാണ് അവരുടെ ബാക്കി ബുക്സ് ഓഫ് സീരീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ബിക്കോസ് വെർട്ടി ഇപ്പോൾ ഒരു കോമയിലാണ്, പുള്ളിക്കാരിക്ക് എഴുതാനും പിടിക്കാനൊന്നും പറ്റത്തില്ല, കടപ്പിലായിപ്പോയി. അങ്ങനെ നമ്മുടെ ലോവൻ ആഷ്ലി എന്തോ ചെയ്യും, നമ്മുടെ വെർട്ടിയുടെ ഓഫീസിൽ വന്ന് ഡ്രാഫ്റ്റ്സും നോട്ട്സും ഒക്കെ തപ്പി വരിക. അപ്പോഴത്തേക്കും ഇവരൊരു മാനുസ്ക്രിപ്റ്റിൽ കണ്ണ് തട്ടി. അപ്പോൾ അവർ ആ മാനുസ്ക്രിപ്റ്റ് എടുത്ത് വായിച്ചു തുടങ്ങി. ആൻഡ് തിങ്സ് ഗെറ്റ് ഡാർക്കർ. അവിടെ നിന്ന് എന്തൊക്കെയായി പടച്ചു വിട്ടേക്കുന്ന മനുഷ്യനാണോ നിങ്ങൾ എന്നെനിക്ക് ചോദിക്കണമെന്നുണ്ട്. നിങ്ങൾ വായിക്കുക, എനിക്ക് സ്പോയിൽ ചെയ്ത് തരണമെന്നില്ല, കൈൻഡ് ഓഫ് എ സ്പോയിലറാണ്. അപ്പോൾ എൻ്റെ കഥ ഈസ് ഒരു, ഞാൻ പറഞ്ഞില്ലേ, ആക്ച്വലി ഡിസ്റ്റർബിംഗ് ആണ്. നമ്മളിത് വായിക്കുമ്പോൾ ഒരു 4th ചാപ്റ്റർ വരെ ഇറ്റ് ഈസ് ഓക്കെ. ഫസ്റ്റ് തുടക്കമൊക്കെ ആദ്യമേ ചോര, അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു സ്ലോ പേസിൽ പോവും. പിന്നെ ഒരു 6-7 ചാപ്റ്റർ തൊട്ട് അങ്ങോട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ബുക്കങ്ങ് അടച്ചു വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഇരുന്ന് എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്, ഇതൊക്കെ എങ്ങനെ പറ്റുന്നത്, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള രീതിയിലായിപ്പോയി. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ, ഞാൻ പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെ പറ്റിയൊക്കെ പറയാനാണെങ്കിൽ ലോവൻ ആഷ്ലി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത് നമ്മൾ എത്രത്തോളം കൺഫ്യൂസ്ഡ് ആണോ അത്രത്തോളം കൺഫ്യൂസ്ഡ് ആണ് ലോവനും. പിന്നെ അത് കഴിഞ്ഞ് ജെറമി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു പച്ചക്കൊടി എടുത്ത് അങ്ങ് വീശും. അപ്പം നമുക്ക് വാ, ഇങ്ങനെയായിരിക്കും ആണുങ്ങളായ. പിന്നെ അങ്ങോട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് അപ്പോഴും ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല. കാരണം ഹീ ഈസ് ക്യൂട്ട് ആൻഡ് ഹോട്ട്. അപ്പം ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് വെർട്ടീൻ്റെ എനിക്ക് ക്യാരക്ടർ അസാസിൻ ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. എന്ത് ചെയ്യാൻ, അവരെ പറ്റി എനിക്ക് പറയാൻ വയ്യ. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ തന്നെ പറയും. അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓദരങ്ങ് വിട്ട് തന്നിക്കുക. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ മനസ്സാക്ഷിക്ക് തോന്നുന്ന അങ്ങ് വിശ്വസിക്കുക. ഇപ്പോഴും എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞില്ലേ, സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ആ ക്ലൈമാക്സിനെ പറ്റി കമൻറ്റ് ചെയ്യുക കേട്ടോ, നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ എൻ്റെ ഒരു റേറ്റിംഗ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ബുക്കിന് ഒരു 5-ൽ 4.6 ഞാൻ കൊടുക്കും. കാരണം എനിക്കത് അത്രത്തോളം എൻഗേജിങ് ആയിരുന്നു, നല്ല സൂപ്പറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തു, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് നിങ്ങളൊരു റൊമാൻറ്റിക് ആണ്, അല്ലെങ്കിൽ ഇത്തിരി ഒരു നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള എൻഡിങ് ഒക്കെയാണ് നിങ്ങൾ നോക്കി വരുന്നെങ്കിൽ ഈ ബുക്ക് നിങ്ങൾക്കുള്ളതല്ല. ഇട്ട് നോക്കോ, പൊക്കെ ഈ സൈഡ് പോലും വരരുത്. അല്ലാത്തവർക്ക് ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്, സസ്പെൻസൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്, ടു മൈൻഡ് പ്ലോട്ട്